നമ്മൾ റാണിയെ തിരഞ്ഞ് കണ്ടെത്തിയിട്ട് ആ റാണിയെ പിടിച്ചിട്ട് അതിനെ കൊന്നു കളയാണ് ചെയ്യുക. ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഇതിൽ റാണി നിൽക്കുന്നത്. റാണി ഓരോ അറയിലും മുട്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാണിയാണിത്. ഓരോ അറയും റാണി പരിശോധിക്കുന്നു, അതിനകത്ത് ഇതാ മുട്ടയിടുന്നു. ശരിക്കും ശ്രദ്ധിച്ചാൽ കാണാം, റാണി ആ അറയിലേക്ക് പിൻഭാഗം ഇറക്കി വെച്ചിട്ട് ആ അറക്കകത്ത് മുട്ടയിടുകയാണ്. കർഷകർ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു തേനീച്ചക്കൂട്ടിൽ റാണി മാത്രമാണ് മുട്ടയിടുക. ഈ റാണി ഇല്ലാതെ 1.5 മാസമൊക്കെ കൂട് നിൽക്കുമ്പോൾ അതിൽ വേലക്കാരീച്ച മുട്ടയിടാൻ തുടങ്ങും. ആ വേലക്കാരീച്ച മുട്ടയിടുന്നത് വിരികയില്ല. അതായത് വിരിയാണെങ്കിൽ തന്നെ അത് ആണീച്ചകളായിട്ടാണ് മാറുക. അപ്പോൾ റാണിയാണ് മുട്ടയിടുന്നത്. എല്ലാ ഈച്ചകളും റാണിയുടെ കുഞ്ഞുങ്ങളാണ്. ഇതാണ് തേനീച്ചക്കൂട്ടിലെ റാണി. ഈ റാണിയെ ഇപ്പം നമ്മൾ കൊന്ന് കളയാണ്. പുതിയ റാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സാധാരണ എല്ലാ കർഷകരും ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പുതിയ സെല്ല് വെച്ച് കൊടുക്കണം. അതിന് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സെല്ല് മറ്റൊരു കൂട്ടി റെഡി ആയിട്ടുണ്ട്. ആ മൂത്ത സെല്ല് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ 2 ദിവസം കൊണ്ട് ആ സെല്ല് വിരിയും, പുതിയ റാണി കൂട്ടിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പോൾ കൊല്ലെന്ന് പറയുമ്പോൾ നമ്മൾ തേനീച്ചക്കൂട്ടത്തിന് പിടിച്ചെടുത്തിട്ട് ഒന്ന് ഞെക്കിക്കളയാം. ഇപ്പോൾ അതിൻ്റെ ഒരു വേലക്കാരി ഈച്ച, അതിൻ്റെ ഒരു അനുയായി, അതിൻ്റെ ഒരു തോഴി എന്നൊക്കെ പറയാം, തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ തൻ്റെ റാണിയെ നോക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേലക്കാരി ശരി നമുക്ക് മാറ്റാം. ഇപ്പോൾ റാണി മാത്രമേ കയ്യിലുള്ളത്. ഇപ്പോൾ റാണിനെ ഞാൻ കൊന്നു കളയാണ്.